നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കുന്നതിന് തുല്യം. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ മാധവൻകുട്ടി. അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. മാധവൻകുട്ടി കുടിച്ചാ വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാൽ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കാൻ എവനാര്? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണ. ഇങ്ങോട്ട് ഇതെന്തായി കാണിക്കുന്നത്? ഹരി അവൻ 2 എണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിയാ പറ്റി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ പച്ച പാവം. കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. പോയിനേട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയവളെ. കമലി ചേച്ചി അവളെ ഇടിക്കുക. ആ കണ്ണ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിനെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണെന്ന്. പിന്നെ ഒച്ച കേട്ടപ്പോഴാ മനസ്സിലായത് പെണ്ണല്ലെന്ന്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ നീ? പോടാ നായിന്റെ മോനെ. ഇല്ല ഇല്ല ഇല്ല. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18ാമത്തെ അടവ് പൂഴിക്കടകൻ. ശാരീരിക ബന്ധം. അത് വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്. കള്ളു കുടിച്ചാ ബോധം വേണമെന്ന്. ബോധത്തോടുകൂടി തന്നെ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദയ്ക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറിക്കും. അതെ, സമയാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കണേ. ഗോവിന്ദന്റെ കാര്യം പറ. എന്നാ തെളിച്ച് പറയാം. ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ. നീ അവനെ നശിപ്പിക്കും. കണ, മതം പൊട്ടിയ ആന പോലും തോട്ടി കൊണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഗോവിന്ദേട്ടാ, ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ PhD എടുത്തവനാടാ ഈ ഗോവിന്ദൻ. ഇല്ല, സംശയമൊന്നുമില്ല. എന്നാ ചെല്ല്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ചെല്ല്. ഗോവിന്ദേട്ടാ, ഇങ്ങനെ നേരെ ഉച്ചയായോ? ഇല്ല, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങോ? വേണ്ട, ടാക്സി വിളിക്കാം. കള്ളനെ വിളിക്കടാ. അതാ ഞാൻ വിളിക്കാൻ. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ എന്ന് പറയാം. ഈ സമയം എന്താ എവിടെ? ആ കണ്ണന്റെ വീടാന്നോ?
സൂക്ഷിക്കണേ. അവിടെ ഒരു കണ്ണാടി. ഇറങ്ങി പിടിക്കോ, ഓടിക്കോ.